എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള പാൽ വാഴയ്ക്കയാണ്. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് സാഗോ, അതായത് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂറൊന്ന് കുതിർത്തിയെടുക്കണം. കുതിർത്തിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും, അല്ലെങ്കിൽ വേവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് 1 മണിക്കൂറൊന്ന് നമുക്ക് കുതിർത്തിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാഗോ വീർത്ത് ഇരട്ടി വലുപ്പമായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കാഷ്യൂസും കിസ്മിസും ഒക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കാം. അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ചെറിയ നേന്ത്രപ്പഴമാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. ഇനി ഇത് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത്. തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 4 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചവ്വരി നമുക്ക് 3-4 തവണയെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീരെ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. കണ്ടത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വേവിച്ചെടുത്തിട്ടുള്ള സാഗോ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങുമ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും മധുരം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. വഴറ്റാത്ത പഴം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള സാഗോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 5 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിതിൽ മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൽ സാഗോയും പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ള തന്നെയാണ്. അതുകൊണ്ട് 2 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ അത് ഇരിക്കും തോറും കുറച്ചൊരു കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ വാഴയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്